അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മഈൻ. വിശുദ്ധ റമളാൻ മാസം പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സക്കാത്ത് സംബന്ധമായ ഒരു ചെറിയ വിവരണമാണ് വളരെ ചുരുങ്ങിയ സമയത്ത് നടത്തുന്നത്. സക്കാത്ത് മാനവികതയുടെയും അതിൻ്റെ മൗലികതയുടെയും തലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളുമ്പോൾ മനുഷ്യരാശിയെ സമൂഹത്തിൻ്റെ വലിയൊരു തലത്തിൽ പട്ടിണി മാറാനും കഷ്ടപ്പാടുകൾ മാറാനും ഇസ്ലാം നൽകിയിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യരുടെ ധനാഢ്യൻ്റെ ധനം ഒരു ഭാഗം പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വലിയൊരു സന്ദേശമാണ് സക്കാത്ത് നൽകുന്ന വലിയൊരു തലം. സക്കാത്ത് വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ചിലർ ബൈത്തു സക്കാത്ത് എന്ന പേരിലും സക്കാത്ത് കമ്മിറ്റി എന്ന പേരിലും സക്കാത്തിൻ്റെ മുതൽ സംഘടനാ തലങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതൊരു സംഘടിതമാണ് എന്ന വിധത്തിൽ കമ്മിറ്റികൾ ഉണ്ടാക്കി ബൈത്തു സക്കാത്ത് എന്ന പേരിട്ടുകൊണ്ട് സക്കാത്തിൻ്റെ വിതരണത്തെ ചിലർ ഉപയോഗപ്പെടുത്താറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ കർമ്മശാസ്ത്രപരമായി കൊണ്ട് മദ്ഹബിൻ്റെ ഇമാമമാരും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടില്ല. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അത് കാണുക സാധ്യമല്ല. സക്കാത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം നൽകിയിട്ടുള്ള വലിയൊരു തലം സക്കാത്തിൻ്റെ മുതൽ ധനികൻ പാവങ്ങൾക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കുക എന്നതാണ്. മറ്റൊന്ന്, ധനികൻ്റെ മുതൽ പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ വക്കീലിനെ ഏൽപ്പിക്കുക എന്നതാണ്. മൂന്നാമത്തെ രീതി ഗവൺമെൻറ്റിൻ്റെ ബൈത്തുൽ മാലിൽ അടക്കുക എന്നതാണ്. ബൈത്തുൽ മാലിൽ അടക്കാൻ അവകാശമുള്ളത് ഇസ്ലാമിൻ്റെ രാജ്യത്ത് മാത്രമാണ്. ഇസ്ലാമിക രാജ്യമല്ലാത്ത ഇന്ത്യ പോലെ സെക്യുലർ രാജ്യത്ത് ബൈത്തുൽ മാലിൽ ഗവൺമെൻറ്റിലേക്ക് സംഘടിതമായി കൊണ്ട് ഏൽപ്പിക്കുക എന്ന ബൈത്തു സക്കാത്തിൻ്റെ പേരിൽ ഏൽപ്പിക്കുക എന്നത് അനിസ്ലാമികം തന്നെയാണ്. എന്നാൽ ഇന്ന് ചിലർ ബൈത്തു സക്കാത്തിൻ്റെ ഗുണമേന്മയെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നത് പാവപ്പെട്ടവർക്ക് അതിൻ്റെ കൃത്യതയോടുകൂടി ലഭിക്കാനും അത് ഒരുപാട് സമാഹരിച്ചെത്തുന്ന തുക ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കടങ്ങൾ വീടാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വീട് നിർമ്മിക്കാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വലിയൊരു ബാധ്യത നിർവഹിക്കാനും തനിക്ക് ജീവിതത്തിലേക്ക് വലിയൊരു പച്ച പിടിച്ചുയർന്നു വരാനും ഒരു കൈമുതലാകുന്ന വിധത്തിലേക്ക് ഒരു കേന്ദ്രീകൃത രീതിയിലേക്ക് ചെലവഴിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയെ കരകയറ്റി കൊണ്ടുവരാൻ സാധിക്കും എന്ന വലിയൊരു സന്ദേശമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം നൽകുന്ന മദ്ഹബിൻ്റെ ഇമാമമാരുടെ വീക്ഷണത്തിൽ തന്നെ ഇത്തരം കാര്യക്ഷമതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഉത്തമമായ രീതി വ്യക്തിയിലേക്ക് കൊടുക്കുക എന്നതാണ്. വ്യക്തിയുടെ ധനം കണക്കനുസരിച്ച് വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് നിശ്ചിത വ്യക്തികളിലേക്ക്, നിശ്ചിത വിഭാഗങ്ങളിലേക്ക് കൊടുക്കുക എന്നതാണ് ഉത്തമമായിരിക്കുന്ന രീതി. എന്നാൽ വക്കീലിനെ ഏൽപ്പിക്കുന്ന രീതി ഇപ്പോൾ ഒരു മഹലിനെ സംബന്ധിച്ചിടത്തോളം, മഹലിൽ പ്രസിഡൻ്റ് ആയിരുന്നാലും സെക്രട്ടറി ആയിരുന്നാലും ഇമാമായിരുന്നാലും ഇനി ഏതൊരു വ്യക്തിയായിരുന്നാലും വിശ്വസ്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ എല്ലാവരും പരസ്പരം ധാരണയിലെത്തിക്കൊണ്ട് അവർ പറയുന്നു നമുക്കൊരു വ്യക്തിയെ വക്കീലാക്കാം എന്നവർ സ്വന്തം തീരുമാനിക്കുകയും അല്ലെങ്കിൽ സ്വമേധയാ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നിലധികമോ ആളുകൾ തയ്യാറാവുകയും ഇനി ഒന്നോ രണ്ടോ ആളുകൾക്ക് അധികമുള്ള ആളുകളെ വക്കീലാക്കുകയും ചെയ്തിട്ട് നിങ്ങളെ ഞാൻ എൻ്റെ സ്വത്ത് നൽകാൻ വേണ്ടി വക്കീലാക്കി എന്ന് പറയുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്യുന്നതോടുകൂടി ഒരാളല്ലാത്ത ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കാതെ ഒരുപാട് ആളുകൾ അവരുടെ സ്വത്ത് ഈ പാവപ്പെട്ട ആളുകളെ ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ കഷ്ടത അദ്ദേഹത്തിൻ്റെ കടം വീട്ടാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നൽകാവുന്ന വിധത്തിലേക്ക് സമാഹരിക്കപ്പെടുന്ന വിധത്തിൽ വക്കീലിനെ തുക ഏൽപ്പിക്കാം. പക്ഷേ വക്കീലിനെ ഏൽപ്പിക്കുന്ന സമയത്ത് നിശ്ചിതമായിരിക്കുന്ന നിബന്ധനകളുണ്ട്. അത് മതപണ്ഡിതന്മാരോട് ആ പ്രദേശങ്ങളിലൊക്കെ ചോദിച്ചു പഠിച്ച് വക്കീലിൻ്റെ ഷർത്തുകളൊക്കെ പൂർത്തീകരിക്കപ്പെടണം. വക്കീലിനെ ഏൽപ്പിക്കുന്ന സമയത്തു തന്നെ ആർക്ക് കൊടുക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ധാരണ വക്കീലിനുണ്ടായിരിക്കും. വക്കീൽ വ്യക്തമായി അവകാശിക്കുക കൊടുക്കൂ എന്ന ബോധ്യം ഏൽപ്പിക്കുന്ന വ്യക്തിക്കുണ്ടായിരിക്കണം. ഈ വിധത്തിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒന്നിലധികമോ ആളുകളുടെ തുക അവർ തന്നെ നേരിട്ട് വക്കീലിനെ ഏൽപ്പിക്കുകയും വക്കീൽ ഇന്ന വ്യക്തിയുടെ സക്കാത്തിൻ്റെ വിഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിലധികമോ ആളുകളിലേക്ക് അത് കേന്ദ്രീകരിച്ച് കൊടുക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാനും അദ്ദേഹത്തിനൊരു വഴിയാവാനും അതുകൊണ്ട് കാരണമാവും. അപ്പോൾ ബൈത്തു സക്കാത്തിൻ്റെ കാര്യക്ഷമത പറയുന്നവർ മദ്ഹബ് വിട്ടുപോകേണ്ട കാര്യമില്ല. അതിന് ബൈത്തു സക്കാത്തിൻ്റെ പേരോ അല്ലെങ്കിൽ സംഘടിത സക്കാത്ത് എന്ന പേരിലോ ഒരു സക്കാത്ത് കമ്മിറ്റി രൂപീകരിക്കുന്ന വിധത്തിലോ പോവേണ്ട കാര്യമില്ല. മദ്ഹബിൻ്റെ വീക്ഷണത്തിൽ തന്നെ ഇതിന് കാര്യക്ഷമതയുടെ നല്ലൊരു ഭാഗമുണ്ട്. പക്ഷേ അതിന് ചില നിബന്ധനകൾ ഉൾക്കൊണ്ട് അതാത് ആ പ്രദേശത്തെ പണ്ഡിതന്മാരുമായി കൂടിയാലോചിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് കണ്ടെത്തേണ്ട കാര്യമാണ്. അപ്പോൾ ബൈത്തു സക്കാത്ത് ഇസ്ലാമികമല്ല, എന്നാൽ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം.
അതിനാൽ തന്നെ ഇത്തരം രീതിയിൽ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിക്കൊണ്ടുവന്ന് നല്ല വിധത്തിലേക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ മഹല്ല് ജമാഅത്തുകൾ, പ്രത്യേകിച്ച് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സംഘടിതമായിരിക്കുന്ന രീതി, ഇതേ സംബന്ധിച്ചുള്ള ബോധവൽക്കരണങ്ങൾ നടത്തേണ്ടതുണ്ട്. സക്കാത്ത് മൗലികമായ ഒരു അവകാശമാണ്, പാവപ്പെട്ടവൻ്റെ അവകാശമാണ്, ധനാഢ്യൻ്റെ ഔദാര്യമല്ല എന്ന ബോധത്തോടുകൂടി വിശുദ്ധ റമളാൻ മാസം സക്കാത്തുമായുള്ള വലിയൊരു തലം എന്ന് പറയുന്നത് സക്കാത്തും റമളാനും തമ്മിൽ ബന്ധിതമല്ല. എന്നാൽ അമലുകളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത്, വർഷം പൂർത്തീകരിക്കുമ്പോൾ അത് റമളാനിലായാൽ അത് ഏറ്റവും ഹൈറായ ഒരു കാര്യം കൂടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.